ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് നിറവണ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ വായില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ വായില ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ വായില ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. നാട്ടിലില്ലാത്തവരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിന്നിപ്പോൾ ഈ ഒരു ഫിഷ് നിറവണ ഉണ്ടാക്കുന്നത് സുൽത്താൻ ഫിഷ് വെച്ചിട്ടാണ് കേട്ടോ. സുൽത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ നാട്ടിലൊക്കെ കിളിമീൻ എന്നൊക്കെ പറയും. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു 5 മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 5 മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ 3 മീൻ വെച്ചിട്ടാണ് നിറവണ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള ആ ഒരു 5 മീനിലോട്ടുള്ള മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മതി കേട്ടോ. 1 ടീസ്പൂൺ എടുക്കാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം നാരങ്ങാനീരും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് നിറവണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരുപാട് മസാലയൊന്നും ആരും തേക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കാതെ തന്നെ ജസ്റ്റ് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാരങ്ങാനീരൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. ഇങ്ങനെ നിറവണ ഉണ്ടാക്കുമ്പോഴും റെൻകാക്കാൻ്റെ ഉമ്മമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെ നിറവണ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഈ ഒരു റെസിപ്പി അത്രക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. നമ്മൾ വായിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയും കൂടി ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇവിടെ വാഴയില കിട്ടാനൊക്കെ ഉണ്ട്, ലുലുന്നൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫിഷ് ഒന്നിങ്ങനെ മസാല തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമേ കുറച്ച് കൂടുതലായിട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ നിറവണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് തേച്ച് ഉപ്പൊക്കെ ഒന്ന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ടൈം ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ നിറവണ ഉണ്ടാക്കാനായിട്ട് 3 മീനേ എടുക്കുന്നുള്ളൂ. ബാക്കി 2 മീൻ മക്കൾക്ക് മാറ്റി വെച്ചിട്ടാണ് പൊരിക്കാനായിട്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടം ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 മാറ്റി വെച്ചു. അപ്പോൾ 3 മീനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ നിറവണ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് എൻ്റെ കയ്യിൽ ഈ ഒരു മീനായതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് വലിയ മീനാണെങ്കിൽ അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ കുഞ്ഞു കുഞ്ഞു ഫിഷിലാറൊക്കെ നല്ലത് ഇങ്ങനെ കുറച്ച് വലിയ മീൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്.
അങ്ങനെ മീനിൻ്റെ 2 ഭാഗവും ഏകദേശം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി നിറവണ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ വാഴയിലയില്ല. അപ്പോൾ വാഴയില ഇല്ലാത്തതുകൊണ്ട് മൺചട്ടി തീർച്ചയായിട്ടും എടുക്കാൻ നോക്കാം കേട്ടോ. ഈ മൺചട്ടിയും കൂടി ഇല്ലെങ്കിൽ അത്രക്കും ഒന്ന് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വാഴയില ഉണ്ടാവണം, അല്ലെങ്കിൽ മൺചട്ടി മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഈ മൺചട്ടിയുടെ ഉള്ളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ 3 മീനും അതിൽ നിരത്തി ഒന്ന് പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 5 മീൻ എടുക്കാത്തതിൻ്റെ കാരണം 3 മീനെ ഈ ഒരു ചട്ടിയിൽ കൊള്ളുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ അതും കൂടി മൊത്തത്തിൽ എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് മീൻ കൊള്ളിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു വലിയ ചട്ടി എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതിൽ കൊള്ളുന്ന രീതിയിൽ മീനിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 മീൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരകുന്നതും മിക്സിയിൽ അരക്കുന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ചിരകിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. തേങ്ങയുടെ പാല് മാത്രമാണ് വേണ്ടത്, മൊത്തത്തിൽ അരച്ചത് ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ 1/4 പാൽ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഒരു മീനിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കരുത്. കുറച്ചായിട്ട് തേങ്ങ അരയാനുള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇങ്ങനെ മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം തന്നെ വേണം. കാരണം ഈ ഒരു ഫിഷ് നിറവണക്ക് ടേസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാൽ ഇങ്ങനെ തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് നൽകുന്നത്. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വേറെ പൊടികളായിട്ട് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിലോട്ട് പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ മസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതലാക്കുന്നത് ആ ഒരു കറിവേപ്പിലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി അധികമായി പോകണ്ട, കാരണം വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് കുത്തൽ വരും. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ മീൻ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ചട്ടി എടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഫിഷ് ഒന്ന് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ചട്ടി ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ അധികം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് കറിയോട് കൂടിയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മൺചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ തിളച്ച് നിൽക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാകുമ്പോഴേ നമ്മളെ ഒരു നിറവണക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഒരു നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കറിവേപ്പിലയും അതുപോലെ മൺചട്ടിയും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു നിറവണയുടെ കൂടെ കഴിക്കാനായിട്ട് ഷിയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഷിയപ്പം എന്നാണ് പറയാറുള്ളത്. ഷിയപ്പെന്നും കലക്കിപ്പാർന്നപ്പെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു ഷിയപ്പാണ് കേട്ടോ. അപ്പോൾ വാഴയിലൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ.
പ്രത്യേകിച്ച് പ്രവാസികൾ ഇനി വാഴയിലൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.